ഉത്തർപ്രദേശിൽ കോൺഗ്രസ് എടുത്ത തന്ത്രം പാളുകയും സമാജ്വാദ് പാർട്ടിയും ബഹുജൻ സമാജ്വാദ് പാർട്ടിയും ഉണ്ടാക്കിയ മഹാസഖ്യത്തിൽ നിന്ന് കോൺഗ്രസ് പുറത്താക്കപ്പെടുകയും ചെയ്തത് പാർട്ടിക്ക് ഏറെ ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. അമേഠിയും റായ്ബറേലിയിലും ഒഴിച്ച മറ്റൊരു സീറ്റും കോൺഗ്രസിന് അവിടെ ലഭിക്കാത്ത സ്ഥിതിയാണ് ഇപ്പമുള്ളത്. അതേസമയം ഉത്തർപ്രദേശിന് പിന്നാലെ രണ്ട് സംസ്ഥാനങ്ങളിൽ കൂടി കോൺഗ്രസിനെ തള്ളി മായാവതിയും അഖിലേഷ് യാദവും ഇപ്പോൾ സഖ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മധ്യപ്രദേശിലേക്കും ഉത്തരാഖണ്ഡിലേക്കുമാണ് അവരുടെ സഖ്യം വ്യാപിപ്പിച്ചിരിക്കുന്നത്. മധ്യപ്രദേശിലെ ആകെയുള്ള 29 ലോക്സഭാ സീറ്റുകളിൽ 26 എണ്ണത്തിൽ മായാവതിയുടെ BSP മത്സരിക്കും. ബാക്കി 3 എണ്ണത്തിലാണ് SP മത്സരിക്കുക. നിലവിൽ BSPയുടെ 2 MLA-മാരുടെ പിന്തുണയോടെയാണ് കോൺഗ്രസ് മധ്യപ്രദേശിൽ അധികാരത്തിൽ ഇരിക്കുന്നത് എന്ന വസ്തുത കൂടി ഇവിടെ ഓർക്കണം. ഉത്തരാഖണ്ഡിൽ BSP 4 സീറ്റിലും SP 1 സീറ്റിലും മത്സരിക്കുമെന്നാണ് തീരുമാനം. ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ കാൽവഴി നിൽക്കുമ്പോഴാണ് ഡൽഹിയിലും പ്രതിപക്ഷത്തിന്റെ സഖ്യസാധ്യതകളിൽ നിന്ന് കോൺഗ്രസ് അകന്നിരിക്കുന്നത്. ഡൽഹിയിൽ തങ്ങളുമായി സഖ്യം ചേരാൻ കോൺഗ്രസ് വിസമ്മതിച്ചതായാണ് സംസ്ഥാന മുഖ്യമന്ത്രിയും ആം ആദ്മി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം പരസ്യമായി പ്രസ്താവിച്ചത്. ഇതോടെ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് കെജ്രിവാളിന്റെ തീരുമാനം. തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരമൊരു നിലപാടിലേക്ക് ആം ആദ്മിയെ എത്തിച്ചത് കോൺഗ്രസിന്റെ ധാർഷ്ട്യമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. സഖ്യ ചർച്ചകൾക്കായി കോൺഗ്രസിനെ ക്ഷണിച്ച് താൻ വലഞ്ഞു എന്നായിരുന്നു കെജ്രിവാളിന്റെ പ്രസ്താവന. രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നം BJP ആണെന്നും അധികാരത്തിൽ നിന്നും മോദി നീക്കുക എന്നതാണ് ഏറ്റവും പ്രധാന കർത്തവ്യമെന്നും കെജ്രിവാൾ ചൂണ്ടിക്കാട്ടി. ഇക്കാരണത്താൽ തന്നെയാണ് കോൺഗ്രസുമായി സഖ്യം ചേരാൻ തങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ അവരുടെ സമീപനം നിരാശപ്പെടുത്തുന്നതാണ്. കോൺഗ്രസിന് ആം ആദ്മി പാർട്ടിയുള്ള സഖ്യം ചേരാനുള്ള പ്രയാസം കോൺഗ്രസ് സംസ്ഥാന ഘടകത്തിന്റെ എതിർപ്പാണെന്ന് കെജ്രിവാൾ ആരോപിച്ചു. ഇത്തരത്തിൽ സംസ്ഥാന ഘടകങ്ങളുടെ അമിതമായ അവകാശവാദം മൂലം പലയിടത്തും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു വശത്ത് മഹാസഖ്യത്തിന് വേണ്ടി വാദിക്കുകയും മറുവശത്ത് അതിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ദ്വന്ദ്വ വ്യക്തിത്വമാണ് കോൺഗ്രസ് പുലർത്തുന്നത്. ബംഗാളിൽ മമതയുടെ തൃണമൂൽ കോൺഗ്രസിനെതിരെ CPM-നൊപ്പം ചേർന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നതെങ്കിലും അവിടെയും തന്ത്രം പാളുവാനാണ് സാധ്യത. ബംഗാളിൽ കോൺഗ്രസിന് മമതയുടെ ഏകാധിപത്യത്തെക്കാൾ പഥ്യം CPM ആണ്. എന്നാൽ കേരളത്തിൽ കോൺഗ്രസ് എടുക്കുന്ന തീവ്രമായ ഇടതുവിരുദ്ധ വിദ്വേഷം CPM-ലെ കോൺഗ്രസ് വിരുദ്ധ മനോഭാവത്തിന് എണ്ണ പകരുവാനാണ് ഉപകരിച്ചിരിക്കുന്നത്. കോൺഗ്രസുമായി ബംഗാളിൽ സഖ്യം ചേരുന്നതിൽ CPM-ന്റെ കേരള ഘടകം എതിർപ്പുന്നയിക്കുന്നതിന് പിന്നിൽ കോൺഗ്രസിന്റെ ഈ ഇടതുവിരുദ്ധ വികാരത്തിന് നല്ല സ്ഥാനമുണ്ട്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് സ്വീകാര്യമല്ലെങ്കിൽ കൂടി കേരള നേതാക്കളുടെ വാശിക്ക് നിന്നുകൊടുത്ത് ബംഗാളിലെ വലിയ സാധ്യതയാണ് കോൺഗ്രസ് കളഞ്ഞു കുളിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് തങ്ങൾ ആരുമായും സഖ്യമുണ്ടാക്കാനില്ല എന്ന സീതാറാം യെച്ചൂരിയുടെ ഏറ്റവും പുതിയ പ്രസ്താവന കണക്കിലെടുത്ത് ബംഗാളിൽ കേവലം ചില നീക്കുപോക്കുകൾ അല്ലാതെ കോൺഗ്രസിനെ തൊട്ടശുദ്ധമാക്കാൻ CPM തയ്യാറല്ല എന്നാണ്. ഫലത്തിൽ തന്ത്രപരമായും സൗഹാർദ്ദപരമായും പ്രതിപക്ഷ കക്ഷികളെ ഒന്നിച്ചു കിട്ടുന്നതിലും നേതൃസ്ഥാനം നേടിയെടുക്കുന്നതിലും കോൺഗ്രസ് പരാജയമാകുന്നുവെന്ന സൂചനകളാണ് കാണിക്കുന്നത്. സംസ്ഥാന ഘടകങ്ങൾക്ക് മേൽ ഹൈക്കമാൻഡിന് പങ്കുണ്ടായിരുന്നുവെന്ന അധികാരം നഷ്ടപ്പെട്ടതാണ് ദേശീയ നേതാവായി ഉയരാൻ ആ പാർട്ടിക്ക് വിലങ്ങുതടിയായിരിക്കുന്നത്. അതേസമയം ഈ ഘടകങ്ങൾ മൂലം അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മായാവതി ഉയർന്നു വരുമെന്ന സൂചനകളും കാണിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കുകയാണ് പുതിയ പരിണാമങ്ങൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയ വേദിയാകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.